കൊല്ലം പറവൂരിൽ നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലേക്ക് ഇന്നോവ കാർ ഇടിച്ചു കയറി. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പറവൂർ ഊന്നിൻമൂട് റോഡിലാണ് സംഭവം. അപകടത്തിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് കിട്ടി. കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ഷമീർ അബ്ദുൾ ചേരുന്നു. ഷമീർ, ആ കാഴ്ച കാണുമ്പോൾ അത്രയധികം ഞെട്ടലുണ്ടാക്കുന്ന ഒരു അപകട ദൃശ്യമാണ്. പക്ഷേ അതിലെ യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെടുന്നു. മാത്രമല്ല, അവിടെ നിന്ന് ഒരു സ്ത്രീ കാറിനകത്ത് നിന്ന് ഇറങ്ങുന്നതും കണ്ടു. അവരും തലനാരിഴയ്ക്കാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. എപ്പോഴായിരുന്നു ഈ സംഭവം? എന്താണ് ഈ അപകടത്തിന്റെ മറ്റു വിവരങ്ങൾ? ലക്ഷ്മി പത്മ, 2 ദിവസം മുമ്പാണ് ഈ അപകടം നടന്നത്. ഈ അപകടത്തിൽപ്പെട്ട 3 പേർ ഇപ്പോൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. ഈ വാഹനം പറവൂർ ഊന്നുമൂട് റോഡിൽ പാർക്ക് ചെയ്ത ശേഷം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്, ഈ ഓൾട്ടോ കാർ, ചുമന്ന കളറിലുള്ള ഓൾട്ടോ കാർ ഊന്നുമൂട് റോഡിൽ പാർക്ക് ചെയ്ത് ആ വാഹനത്തിനുള്ളിൽ നിന്നും ഒരു സ്ത്രീ ബന്ധു വീട്ടിലേക്ക് ഇറങ്ങി പോകുന്നത് കാണാം. വാഹനത്തിനുള്ളിൽ അവരുടെ മകൻ ഉണ്ടായിരുന്നു, ഡ്രൈവിംഗ് സീറ്റിൽ ഉണ്ടായിരുന്നു. തൊട്ട് എതിർ സൈഡിലൂടെ വർക്കല ഭാഗത്തേക്ക് വന്ന ഇന്നോവ കാർ നിയന്ത്രണം വിട്ട് ഈ ഓൾട്ടോ കാർ, ഈ വാഗനാർ കാറിന് മുകളിലേക്ക് ഇടിച്ചു കയറുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തം. ആ അപകടം വലിയ ഭീകരത ഉണ്ടാക്കുന്ന അപകടമാണ് എന്തായാലും ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. പക്ഷേ ഇരു വാഹനത്തിൽ ഉണ്ടായിരുന്ന ആളുകൾക്കും നിസ്സാരമായ പരിക്കുകൾ മാത്രമേ ഉള്ളൂ എന്നതാണ് ആശ്വാസകരമായ വാർത്ത. ആ ഇന്നോവ കാറിൽ നിന്നും ഒരു കുഞ്ഞിനെ എടുത്ത് പുറത്തേക്ക് കൊണ്ടുവരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും കാണാം. ആ ഇന്നോവ കാർ കുടുംബസമേതമായി അവർ വർക്കല ഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഈ കാറിന്റെ നിയന്ത്രണം വിട്ട് ഈ വാഗനാർ കാറിലേക്ക് ഇടിക്കുന്നത്. പിന്നീട് നാട്ടുകാർ വേഗം എത്തിയ വാഹനത്തിൽ ഉണ്ടായിരുന്ന ശേഷിക്കുന്ന ഒരാളെ കൂടി രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് ദൃശ്യങ്ങളിൽ ഉള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് 3 പേരാണ് ചികിത്സയിലുള്ളത്. അവർ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇന്നോവ കാറ് നിയന്ത്രണം വിട്ടതാണ് ഇത്തരത്തിലൊരു വലിയ നടുക്കുന്ന അപകട കാഴ്ചയിലേക്ക് മാറിയത്. എന്തായാലും വലിയ അപകടം ഒഴിവായി, ആർക്കും ജീവഹാനി സംഭവിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ വാർത്ത. ലക്ഷ്മി പത്മ. ഷമീർ, നമ്മൾ ആ ദൃശ്യങ്ങളിൽ നോക്കുമ്പോൾ ഞാൻ തുടക്കത്തിലും പറഞ്ഞത് ആ സ്ത്രീയുടെ കാര്യമാണ്. ഒരു സ്ത്രീ കാറിൽ നിന്ന് ഇറങ്ങുന്നത് കാണാം അവിടെ. പിന്നെ അവരെ ആ ദൃശ്യത്തിൽ കാണാനുമില്ല. അവർക്ക് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടോ? ആ സ്ത്രീ, ആ കാറിൽ നിന്നിറങ്ങുന്ന സ്ത്രീ തൊട്ടടുത്ത വീട്ടിലേക്ക്, അതായത് അടുത്ത വീട്ടിലേക്ക് കയറിയതുമാണ് പെട്ടെന്ന് ഈ അപകടം ഉണ്ടാകുന്നത്. പിന്നീട് ആ സ്ത്രീ ആൾക്കൂട്ടത്തിനിടയിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. ആ സ്ത്രീക്ക് പ്രത്യേകിച്ച് അപകടമൊന്നും പറ്റിയില്ല. ആ അപകടം പറ്റിയ ശേഷം ആ കാർ ഡ്രൈവിംഗ് സീറ്റിലുണ്ടായിരുന്ന അവരുടെ മകൻ ഓടിയെത്തി ഈ സ്ത്രീയുടെ അടുത്തേക്കാണ് പിന്നീട് അവർ ഓടിയെത്തുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും. എന്തായാലും അത്ഭുതകരമായ രക്ഷപ്പെടലാണ് അവർക്കും ഉണ്ടായത്. കാര്യം അവർ ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങി സെക്കൻഡുകൾക്കുള്ളിലാണ് ഇത്തരത്തിൽ ഈ വാഹനം കൂട്ടിയിടിയിലേക്ക് മാറുന്നത്. എന്തായാലും ഈ പരിക്കേറ്റവർ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ്. ലക്ഷ്മി പത്മ. എന്തായാലും റോഡിൽ മനുഷ്യജീവന് ഒരു വിലയുമില്ല എന്ന് തോന്നും ഈ ദൃശ്യം കാണുമ്പോൾ. തലനാരിഴയ്ക്ക് അവിടെ ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ആശ്വാസകരമായ വസ്തുത. എങ്കിൽ പോലും ഈ അപകടം റോഡിലേക്ക് ഇറങ്ങാൻ തന്നെ ഭയം തരുന്ന ഒരു കാഴ്ചയാണ്. ഇന്നോവ കാറാണ് നിയന്ത്രണം വിട്ട് മറ്റൊരു കാറിലേക്ക് ഇടിച്ചു കയറിയിരിക്കുന്നത്. അതിൽ നിന്ന് അല്പസമയം മുമ്പാണ്, ആ അപകടത്തിന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് ഒരു സ്ത്രീ ഇറങ്ങിപ്പോകുന്നത് കാണുന്നത്. തീർത്തും ഭീതിതമായ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണിപ്പോൾ.
നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കൊല്ലത്ത് നിന്ന് ഷമീർ അബ്ദുള്ളാണ് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്. ഷമീർ തുടരുന്നുണ്ട്. ഇപ്പോൾ ഷമീർ, എത്ര മണിക്കാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്? ഇന്ന് തന്നെ സംഭവിച്ച അപകടമാണോ? കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഷമീർ, എത്ര മണിയോടെയാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്? ഇന്നത്തെ ദൃശ്യങ്ങൾ തന്നെയാണോ ഇത്? ലക്ഷ്മി പത്മ, 2 ദിവസം മുമ്പാണ് ഈ അപകടം നടന്നിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞതിൽ നിന്നും ചെറിയ ഒരു വ്യത്യാസമുള്ളത്, ഈ വാഹനത്തിനടിയിലേക്ക് ആ സ്ത്രീ പെടുകയും അവരെ വാഹനം ഉയർത്തി രക്ഷപ്പെടുത്തുകയുമായിരുന്നു എന്നാണ് ഇപ്പോൾ പ്രദേശവാസികൾ നമുക്ക് ആ മെസ്സേജിലൂടെ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. അതായത് ഈ വാഹനത്തിൽ നിന്നും ഇറങ്ങിയ സ്ത്രീ, നേരത്തെ ലക്ഷ്മി പത്മ ചോദിച്ചതുപോലെ ആ വാഹനത്തിൽ നിന്നും ഇറങ്ങിയ സ്ത്രീ മറു സൈഡിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഇന്നോവ വാഹനം ഇടിക്കുകയും ആ വാഹനത്തിന്റെ പുറകുവശത്തുകൂടി ആ ഓടിട്ട കെട്ടിടത്തിന്റെ ബാക്ക് സൈഡിലേക്ക് തെറിച്ച് വീഴുകയുമായിരുന്നു എന്നാണ് ഇപ്പോൾ നാട്ടുകാർ നമുക്ക് നൽകുന്ന വിവരം. എന്തായാലും ആ സ്ത്രീയാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. അവർ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഉള്ളത്. മുൻ സീറ്റിൽ ഉണ്ടായിരുന്ന സ്ത്രീയാണ് ഈ അപകടം വാഹനത്തിന്റെ സീറ്റിൽ ഉണ്ടായിരുന്ന, അതായത് ആദ്യ അപകടം പറ്റിയ സ്ത്രീയുടെ മകനെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നത്. ഏതായാലും ഇരു വാഹനങ്ങളിലും ഉണ്ടായിരുന്ന ആളുകൾക്ക് പരിക്കുണ്ട്. 3 പേരാണ് ഇതുമായി ബന്ധപ്പെട്ട് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ട്. സംഭവം ബന്ധപ്പെട്ട് പരവൂർ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസുകളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതുള്ള വാസ്തവം. അതും ഗുരുതരമായ പരിക്കുകൾ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഇരു കൂട്ടരും കേസോ മറ്റു വിവരങ്ങളോ പരവൂർ പോലീസിനെ അറിയിച്ചിട്ടില്ല. ഊന്നിൻമൂട്ടിൽ ഒരു അപകടം ഉണ്ടായ വിവരം പോലീസിന് അറിയാം. പക്ഷേ ആ അപകടത്തിന്റെ വ്യാപ്തി എന്താണെന്നോ മറ്റോ പോലീസിന് അറിയില്ല. എന്തായാലും ഈ CCTV ദൃശ്യങ്ങൾ തന്നവരാണ് കൂടുതൽ വിവരങ്ങൾ നമ്മളോട് പങ്കുവെച്ചത്. നമ്മൾ ഇതനുസരിച്ച് പോലീസിനെ ബന്ധപ്പെടുമ്പോൾ നൽകുന്ന വിവരം, അപകടം നടന്നിട്ടുണ്ട്, 3 പേർ ചികിത്സയിലാണ് എന്നുള്ള വിവരം മാത്രമേ പരവൂർ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളൂ. എന്തായാലും ആ പുറകുവശത്തൂടെ ഇറങ്ങിയ സ്ത്രീയെയും അത്ഭുതകരമായി രക്ഷപ്പെടുത്തി എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. മുൻ സീറ്റിൽ ഉണ്ടായിരുന്ന സ്ത്രീയാണ് ആ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിലുണ്ടായിരുന്ന ആളെ പിടിച്ചുകൊണ്ട് പോകുന്നത്. അതായത് ഈ വാഹനത്തിൽ നിന്നും ഇറങ്ങി വരുന്ന സ്ത്രീ പിന്നിലൂടെ നടന്നു പോകുന്ന വിത്തിൻ സെക്കൻഡിനുള്ളിൽ തന്നെ മറ്റു വാഹനം ഇടിക്കുകയും ആ ഇടിയുടെ ആഘാതത്തിൽ ആ സ്ത്രീ ഓടിട്ട കെട്ടിടത്തിന്റെ വശത്തേക്ക് തെറിച്ചു വീഴുകയും ചെയ്തിരുന്നു എന്നാണ് ഇപ്പോൾ പ്രദേശവാസിയായ ഈ ദൃശ്യങ്ങൾ നൽകിയ ആളുകൾ നമുക്കിപ്പോൾ നൽകിയിരിക്കുന്ന വിവരം. എന്തായാലും പോലീസ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഗൗരവമായ നടുക്കുന്ന ഒരു അപകടം തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഈ പരിക്ക് പറ്റിയവരെ വിശദമായി ചോദ്യം ചെയ്യാനും അല്ലെങ്കിൽ വിശദമായി അവരിൽ നിന്ന് മൊഴിയെടുക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ലക്ഷ്മി പത്മ, കൊല്ലം പരവൂർ ഊന്നിൻമൂടിലാണ് ഈ നടുക്കുന്ന അപകടം ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ ആരെയും ഭയപ്പെടുത്തുന്നതാണ്. അത്ഭുതകരമായാണ് അതിൽ നിന്നും യാത്രക്കാർ രക്ഷപ്പെട്ടത് എന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകും. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊല്ലത്ത് നിന്ന് ഷമീർ അബ്ദുൾ.